എന്നാൽ ആദ്യകാലത്ത് ചില പണ്ഡിതന്മാർ അന്ന് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയും അന്നുള്ള പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വഴീഫാണെന്നുള്ളതല്ല. ഇമാം ബുഖാരി ഈ കിതാബിൽ പാലിക്കുമെന്ന് പറഞ്ഞ നിബന്ധനകൾ പാലിച്ചിട്ടില്ല എന്ന് ചില വിമർശനങ്ങൾ പ്രധാനമായും ഉന്നയിച്ചത് ഇമാം ദാറഖുത്നിയാണ്. ഇമാം ദാറഖുത്നി ഇമാം ബുഖാരിയുടെ ഏകദേശം അതേ കാലക്കാരനാണ്. ഇമാം ബുഖാരിയോളം നിലവാരമുള്ള പണ്ഡിതനുമാണ്. ഹദീസ് പണ്ഡിതനാണ്. അതേ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം ബുഖാരിയുടെ ഏകദേശം അതേ നിലവാരമുള്ള പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതനാണ് ഇമാം ദാറഖുത്നി റഹിമഹുല്ല. അദ്ദേഹം സ്വഹീഹ് ബുഖാരിയിലെ 110 ഹദീസുകൾക്ക് വിമർശനം പറഞ്ഞിട്ടുണ്ട്. 110 ഹദീസുകൾക്ക് വിമർശനം. അതായത് ഈ ഹദീസ് വഈഫാണെന്നല്ല, ഇത് ബുദ്ധിക്കെതിരാണ് എന്നല്ല, ഇത് ഖുർആനെതിരാണ് എന്നല്ല, ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്നല്ല. നേരെ മറിച്ച് ഈ കിതാബിൽ പാലിക്കുമെന്ന് ഇമാം ബുഖാരി പറഞ്ഞ നിബന്ധന ഈ 110 ഹദീസിൽ പാലിച്ചിട്ടില്ല. അതാണ് വിമർശനം. അത് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയിൽ സ്വഹീഹ് ആയാൽ മാത്രം സ്ഥാനം പിടിക്കാൻ കഴിയില്ല. സ്വഹീഹ എല്ലാ ഹദീസും ഈ കിതാബിലുണ്ടോ? ഇല്ല. ഇമാം ബുഖാരിക്ക് ഒരുപാട് കിതാബുണ്ട്. സ്വഹീഹ് ബുഖാരി എന്ന കിതാബിൽ ഇമാം ബുഖാരിക്ക് ലഭിച്ച എല്ലാ സ്വഹീഹും കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. ആകെ കൊടുത്തത് 8000 ഹദീസാണ്. സ്വഹീഹ് ബുഖാരി ആവർത്തനമടക്കം ഈ ഹദീസ് നമ്മൾ പറഞ്ഞു 6 പ്രാവശ്യം ഉണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് 6 പ്രാവശ്യം ഉണ്ട്. അത് 6 ഹദീസായിട്ടാണ് കൂട്ടുക, ഒരു ഹദീസായിട്ടല്ല. 6 ഹദീസായിട്ടാണ് കണക്കാക്കുക. അങ്ങനെ മൊത്തം 8000 സംതിങ് ഹദീസാണ് സ്വഹീഹ് ബുഖാരിയുള്ളത്. ആവർത്തനം ഒഴിവാക്കി 5000-ഓളം ഹദീസാണ് ആകെയുള്ളത്. അപ്പൊ സ്വഹീഹ് ആയത് എല്ലാം ഈ കിതാബിലുണ്ടോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. അപ്പൊ സ്വഹീഹ് ആയാൽ മാത്രം പോരാ, സ്വഹീഹ് ആവുകയും വേണം. പ്ലസ് ഇമാം ബുഖാരി അഡീഷണലായി കുറച്ച് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധന കൂടി പാലിച്ചെങ്കിൽ മാത്രമേ ഈ കിതാബിൽ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ കിതാബ് കൊടുക്കും. ഇത് അത്രയും ക്ലിയർ ആയത് മാത്രമേ ഇമാം ബുഖാരി ക്രോഡീകരിക്കാൻ തീരുമാനിച്ച കിതാബാണ്. അവർ സ്വഹീഹ് ആയാലും പോരാ, അധിക യോഗ്യത കൂടി ഉണ്ടാകണം. അപ്പോഴേ ഈ കിതാബിലേക്ക് അത് സ്ഥാനം പിടിക്കുള്ളൂ. ആ അധിക യോഗ്യത ഈ 110 ഹദീസ് ഇമാം ബുഖാരി പാലിച്ചിട്ടില്ല എന്നാണ് വിമർശനം. അല്ല സ്വഹീഹ് അല്ലാത്തതുണ്ടല്ല, ആ പറഞ്ഞ അധിക യോഗ്യതകൾ ഇമാം ബുഖാരി ഇതിൽ പാലിച്ചിട്ടില്ല. എന്നാൽ ഇമാം അസ്ഖലാനി ഈ ഓരോന്നും നമ്പറിട്ട് കൊടുത്തുകൊണ്ട് ഇതൊക്കെ പാലിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നിനെ പോലും പാലിക്കാതെ പോയിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ആമുഖം ഒരു വാള്യം ഫുൾ ആമുഖമാണെന്നല്ലോ. ആ ആമുഖത്തിൽ 400ഓളം പേജുകൾ ഈ 110 ഹദീസിനുള്ള വിമർശനത്തിന് മറുപടിയാണ് ഫത്ഹുൽ ബാരിയിൽ. അത് ഓരോ ഹദീസ് നമ്മൾ എടുത്തു. 1-ാമത്തെ ഹദീസ് ഇതാകുന്നു, അതിന് ഇമാം ദാറഖുത്നി പറഞ്ഞ വിമർശനം ഇതാകുന്നു, എന്നാൽ അത് ശരിയല്ല, അതിന് ഇങ്ങനെ വശമുണ്ട്. അങ്ങനെ ഓരോ 110 ഹദീസും നമ്പർ 1 ആയിട്ട് ഓരോന്ന് 1 by 1 ആയിട്ട് പറഞ്ഞുകൊണ്ട് അതിന് കംപ്ലീറ്റ് ഇമാം അസ്ഖലാനി കൃത്യമായ മറുപടി അവിടെ പറഞ്ഞു പോയിട്ടുമുണ്ട്. അതോട് പിന്നെ ആ വിമർശനത്തിന് പിന്നെ ഇന്ന് പറയുന്നതിന് പ്രസക്തിയില്ല.